നമസ്കാരം. കണ്ണൻ്റെ പ്രിയ കളിത്തോഴന്മാരായ പുന്നത്തൂർ കോട്ടയിലെ ഗജരാജന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗുരുവായൂർ നന്ദൻ. ഗുരുവായൂരപ്പൻ്റെ വലിയ ആനകളിൽ ഒരുവനാണ് നന്ദൻ. ഗുരുവായൂർ ഉത്സവത്തിന് ആറാട്ടെഴുന്നള്ളിപ്പിന് ഗുരുവായൂരപ്പനെ ശിരസ്സിലേറ്റുന്നവനാണ് നന്ദൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാരമേറിയ ആന എന്ന ബഹുമതിയും നന്ദനു തന്നെ. 1996 മെയ് മാസം 23-ാം തീയതി നന്ദകുമാർ രാജയാണ് ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തുന്നത്. തൃശ്ശൂർ പൂരത്തിന് പ്രധാനിയാണ് നന്ദൻ. ഗുരുവായൂർ രാധാകൃഷ്ണൻ. പുന്നത്തൂർ ആനക്കോട്ട തുടങ്ങുന്ന കാലം മുതലുള്ള ഗജരാജനാണ് ഗുരുവായൂർ രാധാകൃഷ്ണൻ. കോട്ടയിലെ അടിയൻ തമ്പുരാൻ എന്ന് നമുക്കിവനെ വിശേഷിപ്പിക്കാം. ഗുരുവായൂർ ബാലകൃഷ്ണൻ. 1976 പുന്നത്തൂർ ആനക്കോട്ടയിൽ ഗുരുവായൂരപ്പന് മുന്നിൽ 1 വയസ്സായ ഒരു ആനക്കുട്ടിയെ നടയിരുത്തിയ ആനയാണ് ഗുരുവായൂർ ബാലകൃഷ്ണൻ. ഗുരുവായൂർ ലക്ഷ്മി നാരായണൻ. പുന്നത്തൂർ ആനക്കോട്ടയിലെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിക്കൊമ്പനാണിവൻ. അരുണാചൽ പ്രദേശിൽ നിന്നും സിനിമാ താരം സുരേഷ് ഗോപിയാണ് ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഗുരുവായൂർ സിദ്ധാർത്ഥൻ. പുന്നത്തൂർ ആനക്കോട്ടയിലെ ഒരു നാടൻ ആനച്ചന്തമാണ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ. 1997 ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഗുരുവായൂർ ദേവദാസ്. 2002 സെപ്റ്റംബർ 30 ഇവനെ നാഗേരിമന വാസുദേവൻ നമ്പൂതിരി ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. തൃശ്ശൂർ പൂരത്തിൻ്റെ നിറസാന്നിധ്യമാണിവൻ. ഗുരുവായൂർ ബാലു. 1999 ജൂലൈ 16 ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടക്കിരുത്തുന്നത്. ആസാം സ്വദേശിയാണിവൻ. ഗുരുവായൂർ ശങ്കരനാരായണൻ. കേരള കർണാടക വനമേഖലകളിൽ നിന്നാണ് ഇവനെ കിട്ടുന്നത്. 1992 നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പാണ് ഇവനെ ഗുരുവായൂരപ്പന് മുന്നിലെത്തിക്കുന്നത്. വളരെ ശാന്ത സ്വഭാവിയാണിവൻ. പണ്ടുകാലത്ത് ആനകളെ ചട്ടങ്ങൾ പരിശീലിപ്പിക്കുന്ന ചട്ടക്കൂടാണിത്. കമ്പകം എന്ന മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവായൂർ കീർത്തി. 2002 ഒക്ടോബർ മാസത്തിലാണ് ഇവനെ പറവൂരിലെ ലക്ഷ്മണ അയ്യർ ഗുരുവായൂരപ്പന് മുന്നിൽ നടക്കിയിരുത്തിയത്. നല്ല ലക്ഷണമൊത്തൊരു കൊമ്പനാണിവൻ. ഗുരുവായൂർ ചെന്താമരാക്ഷൻ. കണ്ണൻ്റെ കോട്ടയിലെ ചെന്താമര ചന്തമാണിവൻ. കോട്ടയിലെ വരുംകാലത്താരമാണിവൻ. ഗുരുവായൂർ രശ്മി. ഗുരുവായൂരപ്പൻ്റെ കൊമ്പന്മാർ വാഴുന്ന കോട്ടയിലെ പിടിയാനച്ചന്തമാണ് ഗുരുവായൂർ രശ്മി. കേവലം 2 വയസ്സുള്ളപ്പോഴാണ് രശ്മിയെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഗുരുവായൂർ രവികൃഷ്ണൻ. 2022 ആനയോട്ടത്തിൻ്റെ ജേതാവാണ് രവികൃഷ്ണൻ. 2003 ജൂൺ 25 ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഗുരുവായൂർ നവനീത് കൃഷ്ണൻ. കർണാടക കാടുകൾ കനിഞ്ഞനുഗ്രഹിച്ചു തന്ന വരദാനമാണിവൻ. 2003 ജനുവരി 1 തൃശ്ശൂർ സ്വദേശിയായ ബൽറാമാണ് ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. വളരെ ശാന്തനായ ഒരാനയാണ് നവനീത് കൃഷ്ണൻ. ഗുരുവായൂർ ഗോപികൃഷ്ണൻ. 2021 ആനയോട്ടത്തിൻ്റെ ജേതാവാണ് ഗോപികൃഷ്ണൻ. 1989 ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തുന്നത്. ഗുരുവായൂർ വിനായകൻ. കോട്ടയിലെ മറ്റാനകളിൽ നിന്നും ഇവനെ വ്യത്യസ്തനാക്കുന്നത് ഇവൻ്റെ അഴകു തന്നെയാണ്. അതെ, ഇവൻ്റെ ശരീരപ്രകൃതി എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അതുപോലെ വീണെടുത്തു വിരിഞ്ഞ കൊമ്പുകളും വലിയ വായുകുംഭവും നല്ല വിരിവുള്ള പെരുമുഖങ്ങളും എല്ലാം ഇവൻ്റെ നല്ല ലക്ഷണങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലെ ബൽറാം എന്ന വ്യക്തിയാണ് ഇവനെ 2000 ഏപ്രിൽ 14 ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഒറ്റ നോട്ടത്തിൽ വലിയ ഗൗരവക്കാരനാണെങ്കിലും ആള് വളരെ ശാന്തനാണ്. നല്ല ഒരു ഭക്ഷണപ്രിയൻ കൂടിയാണ് വിനായകൻ. ഗുരുവായൂർ നന്ദിനി. കണ്ണൻ്റെ പിടിയാനകളിൽ ഒരുവളാണ് നന്ദിനി. 1964 മെയ് 9 ശ്രീ പി നാരായണൻ 4 വയസ്സ് മാത്രമുള്ള ഇവളെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ഗുരുവായൂർ ബൽറാം. ഗുരുവായൂരപ്പൻ്റെ സുന്ദര ശോഭയാണ് ബൽറാം.
തൻ്റെ അഴക് കാരണം കോട്ടയിലെ സായിപ്പ് എന്ന ഒരു വിളിപ്പേര് കൂടി ഇവനുണ്ട്. തൃശ്ശൂർ കരുവന്നൂർ സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് 2001 ഏപ്രിൽ 5-ന് ബൽറാമിനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. എഴുന്നള്ളിപ്പ് ചിട്ടകളിൽ വളരെ കൃത്യമാണ് ഗുരുവായൂർ ബൽറാമിന്. വീണെടുത്ത കൊമ്പുകളും നല്ല ഭംഗിയാർന്ന മദഗിരിയും വലിയ വായുകുംഭവുമെല്ലാം ബൽറാമിൻ്റെ സവിശേഷതകളാണ്. ഗുരുവായൂർ വലിയ വിഷ്ണു തുമ്പിക്കൈ കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കൂ എന്നത് ഇവൻ്റെ മാത്രമൊരു സവിശേഷതയാണ്. ഗുരുവായൂർ ഗജേന്ദ്ര കണ്ണൻ്റെ കോട്ടയിലെ ഒരു പൊന്നോമനയാണ് ഗജേന്ദ്ര. 1992-ലാണ് ബീഹാറിൻ്റെ വനാന്തരങ്ങളിൽ നിന്നും ഇവനെ കൊണ്ടുവരുന്നത്. നന്ദിലത്ത് സൂര്യദേവ് എന്നാണ് ഇവൻ്റെ പഴയ പേര്. ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയതോടെ ഇവൻ ഗജേന്ദ്രയായി. ഗുരുവായൂർ രാജശേഖരൻ ഗുരുവായൂരപ്പൻ്റെ കോട്ടയിലെ ഒറ്റക്കൊമ്പനാണിവൻ. രാജശേഖരൻ്റെ ഉയർച്ചയ്ക്ക് കാരണക്കാരനായ അവൻ്റെ സാരഥി ശ്രീ കടുക്കൻ ബൈജു ചേട്ടൻ്റെ പങ്ക് വളരെ വലുതാണ്. ഗുരുവായൂർ അനന്തനാരായണൻ പുന്നത്തൂർ കോട്ടയിലെ മറ്റൊരു നാടൻ ആനയഴകാണിവൻ. കണ്ണൻ്റെ കോട്ടയിലെ വരുംകാല യുവരാജാവാണ് ഗുരുവായൂർ അനന്തനാരായണൻ. മംഗലാംകുന്ന് അപ്പു എന്നാണ് ഇവൻ്റെ പഴയ പേര്. 2009-ലാണ് ഇവനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. വീണെടുത്ത് വിരിഞ്ഞ കൊമ്പുകളും തേൻ നിറമാർന്ന കണ്ണുകളും ഉയർന്ന തലക്കൂന്നിയും ഇവൻ്റെ ലക്ഷണങ്ങളാണ്. കണ്ണൻ്റെ കോട്ടയിലെ എല്ലാ ഗജരാജന്മാർക്കും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു.